തെങ്ങിൻ്റെ ഓല വെച്ച് ഒരു ബാസ്ക്കറ്റ് നിർമ്മിക്കുന്ന രീതിയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഞാൻ ഒരാഴ്ച മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു ബാസ്ക്കറ്റ് നിർമ്മിക്കുന്ന രീതിയുമായി ബന്ധപ്പെട്ട്. അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോയിൽ ഒരു ചേച്ചി കമൻ്റ് ഇട്ടു, ഞാൻ ആ വീഡിയോ കണ്ടിട്ടൊന്നും മനസ്സിലാകുന്നില്ലെന്ന്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് വീഡിയോ ലെങ്തായി പോകുന്നത് കൊണ്ട് കുറച്ച് സ്പീഡ് കൂട്ടിയാണ് ഇട്ടത്. അരമണിക്കൂർ എൻ്റെ വീഡിയോ ആയിരുന്നു, അത് ഞാൻ 7 മിനിറ്റിൽ ഒതുക്കി. അത്രയും സ്പീഡ് കൂട്ടിയാണ് ഇട്ടത്. അപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഒരു വീഡിയോ എടുത്ത് സ്ലോ ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വെച്ചു. അതാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പച്ചത്തെങ്ങിൻ്റെ ഓലയാണ്, പച്ചത്തെങ്ങോലയാണേ. 15 കണ്ണിയാണ് എടുത്തത്. നമ്മൾ ഇതിൻ്റെ ബാക്ക് വശത്തിന് മട്ടൽ എന്നാണ് പറയുന്നത്. ആ ഭാഗം നന്നായി ചെത്തിയിട്ട് വളച്ചാൽ വളയുന്ന രീതിയിലേക്ക് ചെത്തി നല്ല മിനുസമാക്കി കൊണ്ടുവന്നു. അതിന് ശേഷമാണ് ഇത് വളച്ച് അതിങ്ങനെ തന്നെ ടൈറ്റാക്കി കിട്ടും. ഇതുള്ളത് കാരണം പെട്ടെന്ന് ഇളകിപ്പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നല്ലൊരു ടൈറ്റായിട്ട് വേണം കെട്ടാൻ. അത് ഇളകി കഴിഞ്ഞാൽ പിന്നെ ഇത് നമ്മൾ നടക്കില്ല ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നന്നായി ടൈറ്റാക്കി കെട്ടിയതിന് ശേഷം ആ കെട്ടിയ ഭാഗത്തുനിന്ന് ആണ് നമ്മൾ ഇത് ഫസ്റ്റ് തന്നെ കണ്ണിയിട്ട് തുടങ്ങുന്നത്. വീഡിയോ ടൈറ്റാക്കി കെട്ടുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ രീതിയിലാണ് കണ്ണിയിടേണ്ടത്. ഈ വീഡിയോയിൽ കാണുന്ന ഈ രീതിയിലാണ് ഓലകളിങ്ങനെ ഇടേണ്ടത്. 3 എണ്ണത്തിൽ മാത്രമേ വേണ്ടുള്ളൂ. എന്നിട്ട് ഇതുപോലെ പുറത്തേക്ക് ഇങ്ങനെ കടത്തിപ്പിടിക്കുക. ആദ്യത്തെ 3 ഓലകൾ കുറച്ച് ലൂസാക്കി വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവസാനത്തെ കണ്ണികൾ ഇടുമ്പോൾ എളുപ്പത്തിൽ പറ്റുള്ളൂ. അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. പിന്നെ ഓലകളൊക്കെ പിരിഞ്ഞു പോകാതെ ഇങ്ങനെ നോക്കണം. എല്ലാം ഒരേ സൈഡിൽ വരുന്ന എങ്കിലേ കാണാനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. നമ്മളിത് ആക്കിക്കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, കാഴ്ചയിൽ നല്ല ഭംഗി വേണ്ടേ. അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തിരിഞ്ഞു മറിഞ്ഞു പോകാതിരിക്കാൻ നോക്കണം. ഈ രീതിയിൽ കിട്ടും. ഇത് പിന്നെ ഓരോ കണ്ണിയും വലിച്ച് ടൈറ്റാക്കിയാൽ മതി. എല്ലാ ഓലകളും ഇതുപോലെ പുറത്തേക്ക് വന്നിരിക്കുന്ന എല്ലാ ഓലകളും ഇങ്ങനെ ഓരോന്നിൻ്റെ ഇടയിലേക്ക് കൂടി ഇട്ട് കഴിഞ്ഞാൽ ഫുൾ ഓലകളും ഉള്ളിലേക്ക് വരും. അതിന് ശേഷമാണ് ടൈറ്റാക്കേണ്ടത്. ഇതിപ്പോൾ 3 എണ്ണം മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കിയെല്ലാം ഇട്ട് കഴിഞ്ഞ് ഏതാണ്ട് ഈ രീതിയിലാണ് ഇടേണ്ടത്. അപ്പോൾ നിങ്ങൾ കാണുമായിരിക്കും വീഡിയോയിൽ. ആ രീതിയിലിട്ട് കഴിഞ്ഞാൽ എന്നിട്ട് നമ്മൾ മറ്റേ കൈ കൊണ്ട് അവിടെ ഈ കാണുന്ന രീതിയിൽ പിടിച്ച് വെക്കുക. അല്ലെങ്കിൽ ഇത് ഇളകിപ്പോകാൻ ചാൻസ് ഉണ്ട്. കാരണം ഫസ്റ്റ് തന്നെ ലൂസായിട്ടാണ് കിടക്കുക. ഓരോന്ന് സിമ്പിളാണ് കാര്യം, പക്ഷേ ലാസ്റ്റിലെത്തുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ശ്രദ്ധിക്കണം. ഓലകളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മടങ്ങിപ്പോകാനും തിരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒരേ ഷേപ്പിൽ തന്നെ വരുത്തിച്ച് കഴിഞ്ഞാൽ സംഭവം എളുപ്പത്തിൽ ആയിക്കിട്ടും. അതാണ് ഈ കാണിക്കുന്നത്.
ഇത് കഴിഞ്ഞതിന് ശേഷം എല്ലാ ഓലകളും വലിച്ച് ടൈറ്റാക്കി കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു ബാസ്ക്കറ്റ് ഷേപ്പ് വരും. അത് കഴിഞ്ഞ് ഈ ബാക്കിയുള്ള ഓലകൾ ഉള്ള ട്രിക്കാണ് പിന്നെ. അതും സിമ്പിളാണ്. ഈ ലാസ്റ്റ് ഭാഗം എത്തുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ശ്രദ്ധിക്കണം. അവസാനത്തെ മൂന്ന് കണ്ണികളിടാൻ ഇത്തിരി ഒരു പ്രയാസപ്പെടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ അടുക്കി വെച്ചതുകൊണ്ട് അതിൻ്റെ ഇടയിലേ കൂടി കയറ്റി വിടണം. അതിങ്ങനെ കുറച്ച് അകത്തി വെച്ചേ ആക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഫസ്റ്റ് തന്നെ ടൈറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റിലത്തേത് ഇടാൻ വേണ്ടി ഇത്തിരി പ്രയാസപ്പെടും. ആദ്യം ആക്കിയ ഭാഗങ്ങളിൽ മാത്രമാണ് അങ്ങനെയുള്ളൂ. അല്ലാത്ത ഭാഗങ്ങളിലൊക്കെ സിമ്പിളായിട്ട് ഇടാൻ പറ്റും. ഇത് കണ്ടില്ലേ, ഇതുപോലെ വേണം ഇടാൻ. അല്ലെങ്കിൽ ഒത്തിരി പാടായിരിക്കും. എളുപ്പം കഴിയും. ഒരു 1/4 മണിക്കൂർ നേരത്തെ പരിപാടിയേ ഉള്ളൂ. ആദ്യം ഇട്ട ഭാഗം കുറച്ച് ലൂസാക്കി വെച്ചാൽ മതി. ടൈറ്റാക്കുന്നതിന് മുന്നേ എളുപ്പത്തിലിട്ട് കഴിയും. ഏതാണ്ട് എല്ലാ കണ്ണികളും നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇനി ഇത് ഓരോ കണ്ണിയായിട്ട് വലിച്ച് ടൈറ്റാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ, അല്ലെങ്കിൽ ഇത് ഇളകിപ്പോവും. മാത്രമല്ല നമുക്കൊരു ബാസ്ക്കറ്റിന് ഷേപ്പ് കിട്ടില്ല. അവസാനത്തെ കണ്ണി വരെ ഇട്ട് കഴിഞ്ഞു. ഇനി ഇത് വലിച്ച് ടൈറ്റാക്കലാണ്. ടൈറ്റാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്ന് അടുപ്പിച്ചടുപ്പിച്ച് വെക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് ടൈറ്റ് ആയിക്കോളും. ലാസ്റ്റിലത്തെ കണ്ണി ഇടുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാസ്റ്റിലോട്ട് ഇടുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരല്പം ഒരു ശ്രദ്ധ ആവശ്യമാണ്. ഇല്ലെങ്കിൽ കണ്ണി അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇത് കണ്ടോ, ഓരോ കണ്ണികൾ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇത് നന്നായി ടൈറ്റാക്കുക. അതാണ് ഇപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോന്നും വലിച്ച് ടൈറ്റാക്കി കഴിയുമ്പോഴേക്കും ഒരു ബാസ്ക്കറ്റ് പരുവത്തിൽ ഏതാണ്ടായി കിട്ടും. അതിനുശേഷം ഇതിൻ്റെ ബാക്കി വരുന്ന ഓലകളെല്ലാം ചേർത്തിട്ടാണ് പിന്നെ ബാക്കി ചെയ്യുന്നത്. അതും ഇപ്പോൾ ഇത് കണ്ടില്ല, എല്ലാം ഇങ്ങനെ ഒതുക്കി കയ്യിൽ പിടിക്കുക. അതിനുശേഷം വേണം ബാക്കി ചെയ്യേണ്ടത്.
കണ്ടല്ലോ, ഏതാണ്ട് ബാസ്ക്കറ്റ് പരുവത്തിലായില്ലേ. ഇനി ഇതിൻ്റെ നമ്മൾ കെട്ടി ടൈറ്റാക്കിയ ഭാഗമുണ്ടല്ലോ, അവിടെ ഓരോ ഓലേൻ്റെ ഇടയിലും ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിലേക്ക് കൂടിയാണ് ഈ കണ്ണികൾ ഉള്ളിലേക്ക് കടത്തി വിടേണ്ടത്. ഓരോ കണ്ണിൻ്റെ ഇടയിലെ കൂടെ കടത്തി വിട്ട് കഴിയുമ്പോഴേക്കും ഈ ഓല കണ്ണികളെല്ലാം ഉള്ളിലേക്ക് വരും. ഉള്ളിലേക്ക് വന്നതിന് ശേഷമാണ് ഇതിൻ്റെ അടിഭാഗത്ത് പ്രോസസ്സിങ് ചെയ്യാനുള്ളത്. എല്ലാം കണ്ണികളും ചേർത്തൊന്ന് പിടിക്കുക. അതിന് ശേഷം ആണ് അടുത്തത്. ഇതുപോലെയാണ് ഓരോ കണ്ണികളും ഉള്ളിലേക്ക് കടത്തി വിടേണ്ടത്. അതിനുശേഷമാണ് ബാക്കി നോക്കുന്നത്. എല്ലാ കണ്ണികളും ഇട്ടതിന് ശേഷം ഇത് ഈ കാണുന്ന രൂപത്തിലാണ് ഉണ്ടാവുക. അതിനുശേഷം ഇതെല്ലാം ഒതുക്കി പിടിക്കുക. എല്ലാം ഈ ഓലയുടെ ഷേപ്പ് എങ്ങനെ വരുന്നോ ആ രീതിയിൽ തന്നെ എല്ലാം കൈകൊണ്ട് ടൈറ്റാക്കി പിടിച്ചതിന് ശേഷം നന്നായി ടൈറ്റാക്കി പിടിക്കുക. എല്ലാം ഒരേ രീതിയിൽ തന്നെ വരണേ. അതിന് ശേഷം ഓരോ കണ്ണിയുടെയും ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇതിങ്ങനെ കടത്തിയിട്ട് താഴോട്ടേക്ക് ഉള്ളിലേക്ക് നിന്ന് പുറത്തേക്ക് എടുക്കണം. ഇത് വീഡിയോയിൽ ശരിക്കും മനസ്സിലാകുന്നുണ്ടോയെന്ന് അറിയില്ല. ഇതിങ്ങനെ പിടിച്ചതിന് ശേഷം ഇത് കണ്ടോ, ഇതുപോലെ പുറത്തേക്ക് എടുക്കുകയാണ് വേണ്ടത്. ഓരോ കണ്ണിയും ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ വലത് ഭാഗത്തോടാണെങ്കിൽ ഇടത് ഭാഗത്തേക്കാണ് പുറത്തേക്ക് എടുക്കേണ്ടത്. അങ്ങനെ ഓരോ ഗ്യാപ്പിലേക്കൂടെയും പുറത്തേക്ക് എടുക്കുക. അപ്പോഴേ എല്ലാ ഓലകളും പുറത്തേക്ക് കടന്ന് വരും. അതിനുശേഷം വീണ്ടും അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, നേരത്തെ ആദ്യം നമ്മൾ ഉള്ളിലേക്ക് ഇട്ടതുപോലെ തന്നെ വീണ്ടും ഉള്ളിലേക്ക് തന്നെ കൊണ്ടുപോവുക. ഏതാണ്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇത് നല്ല ഷേപ്പ് വരാൻ വേണ്ടി നമ്മൾ ശരിക്കും നല്ല ഷേപ്പാക്കി കൊടുക്കണം.
നമ്മൾ മടഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ ഒരു ഭാഗം നമ്മൾ വലിച്ച് ടൈറ്റാക്കിയിട്ട് ഓല വലിച്ച് ടൈറ്റാക്കിയില്ലെങ്കിൽ ഇത് ഒരു ഭാഗം പൊങ്ങി ഒരു ഭാഗം താണൊക്കെ കിടക്കും. അപ്പോൾ അത് നമ്മൾ ബാക്കി ആദ്യത്തെ കഴിഞ്ഞപ്പോൾ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കണ്ണികളെല്ലാം ടൈറ്റാക്കിയിട്ട് ബാസ്ക്കറ്റ് രൂപത്തിലാക്കി വെക്കണം. അതിന് ശേഷമാണ് ഇത് എൻഡിങ് ആണ് ഈ കാണുന്നത്. കണ്ടപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയിൽ കാണുന്ന ഈ രീതിയിലാണ് പിടിക്കേണ്ടത്. എല്ലാം ഒതുക്കി പിടിക്കുമ്പോൾ ഈ രീതിയിൽ കിട്ടുന്ന രീതിയിലാണ് പിടിക്കേണ്ടത്. അല്ലാതെ തോന്നിയ പോലെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉദ്ദേശിച്ച ഫിനിഷിങ് കിട്ടില്ല. അതിനുശേഷമാണ് ഓപ്പോസിറ്റ് സൈഡിലേക്ക്, വീഡിയോ കാണിക്കുന്ന പോലെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇടേണ്ടത്.
പണ്ട് കാലങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള ബാസ്ക്കറ്റിലാണ് ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ സൂക്ഷിച്ചിരുന്നത്. ഇത് ഉണങ്ങിക്കഴിഞ്ഞാലും ഉപയോഗിക്കാം. ഇപ്പോഴും വെറ്റില പോലെയുള്ള സാധനങ്ങൾ മാർക്കറ്റുകളിൽ എത്തിക്കാൻ വേണ്ടി ഇതുപോലെയുള്ള ബാസ്ക്കറ്റുകളാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത്. എല്ലാവരും ഒന്ന് ഇത് നിർമ്മിക്കാനൊന്ന് ശ്രമിച്ചു നോക്കണേ കൂട്ടുകാരെ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.